മന്ത്രി കെ രാജൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. മിനിസ്റ്റർ, ഇപ്പോൾ ചിലയിടങ്ങളിൽ അത്തരത്തിലൊരു പരാതി ഉയരുന്നുണ്ട്, സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്ന്. ദീപക് മലയമ്മ ഇപ്പോൾ അവിടെ നിന്നും അത്തരത്തിലൊരു പ്രശ്നമുള്ളതായി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. IC ബാലകൃഷ്ണൻ MLA-യും IG-യും ഉൾപ്പെടെയുള്ളവർ അത് സംസാരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മിനിസ്റ്റർ, ഇന്നിപ്പോൾ നിരവധി പരാതികളാണ് അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന്. അതിനകത്തുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഏതെങ്കിലും വിധത്തിൽ ബെയിലി ബ്രിഡ്ജിന്റെ പുറത്തു ഭക്ഷണം തടയാനായിട്ടൊരു തീരുമാനവും നമ്മൾ ആരും എടുത്തിട്ടില്ല. ആകെ എടുത്തിട്ടുള്ളത് ബെയിലി ബ്രിഡ്ജിനകത്തേക്ക് പോകുന്ന ആളുകൾ എത്രയാണെന്ന് അറിയാനും അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് അവിടെ ഭക്ഷണം കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ആലോചനയാണ് നടന്നിട്ടുള്ളത്. ബെയിലി ബ്രിഡ്ജിനകത്തേക്ക് പോകുന്നത് ഇന്ന് കൗണ്ടബിൾ അല്ലാത്ത വിധത്തിൽ ആളുകൾ അകത്ത് പോയി എന്നാണ് എനിക്ക് അവിടെ പോയപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഒരു തടസ്സവും ഇല്ലാതെ ആളുകൾ അകത്ത് പോയി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളമായി എത്തിയ ആളുകൾ ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നേരത്തെ രജിസ്റ്റർ ചെയ്ത നമ്മുടെ സന്നദ്ധ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഈ സേനാംഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിരിക്കും കൊടുത്തയക്കുന്നത്. പക്ഷെ അനിയന്ത്രിതമായ ആളുകൾ അകത്തു പോയാലുള്ള പ്രയാസമാണ് പിന്നീട് വരുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് കൂടിയാലോചന നടത്തി. ബെയിലി ബ്രിഡ്ജിനകത്തേക്ക് സർക്കാർ സംവിധാനത്തിലൂടെ ഭക്ഷണം കൊടുക്കുക, ബെയിലി ബ്രിഡ്ജിന്റെ പുറത്ത് സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. അത് വാഹനങ്ങളിൽ ധാരാളമായി വന്ന് അവിടെ തമ്പടിക്കാൻ തീരുമാനിച്ചാൽ അവിടെ നമുക്ക് മൃതദേഹങ്ങൾ ഉൾപ്പെടെ പുറത്തോട്ട് കൊണ്ടുവരാനും ആളുകൾക്ക് യഥാർത്ഥ സന്നദ്ധ പ്രവർത്തകർക്കും ഫോഴ്സിനും അകത്തോട്ട് പോകാനുമുള്ള തടസ്സം സൃഷ്ടിക്കും. അത് ഒഴിവാക്കണമെന്ന് മാത്രമേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത ഏതെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അടിയന്തരമായി പരിഹരിക്കാം. ഇന്നലെ വരെ അതൊന്നും പ്രശ്നമായിരുന്നില്ല. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചില പ്രയാസങ്ങളുണ്ടായി. ദയവായി ഒരു അഭ്യർത്ഥന, ചിലപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ചില സ്ഥലത്ത് അങ്ങനെ കോർഡിനേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടാകാം. അതൊരു ഗൗരവപ്പെട്ട വിഷയമായി ഇപ്പൊ കാണരുത്. ഓരോരുത്തരും സർക്കാരാവുക, സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുക. ചില ചെറിയ സ്ഥലങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദിവസങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള മഹാപരിശ്രമത്തിലാണ് ലോകത്തുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുകയാണ്. മലയാളം നടത്തുന്ന ഒരു ലോക മാതൃക എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയാണ്. ആ ഘട്ടത്തിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ എനിക്ക് കാണാൻ കഴിയും. പക്ഷെ ഞാനിതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. രാവിലെ മുതൽ ഇതിന്റെ കൂട്ടം തന്നെ ചൂരൽമലയിൽ നിൽക്കുകയാണ്, മഴയത്ത് നിൽക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ആളുകൾ തയ്യാറാകണം. ഞങ്ങൾ കൂടുതൽ നോക്കിയിട്ടുണ്ട്. 5000-ഓളം ഭക്ഷണം ഉച്ചയ്ക്ക് അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. കുറച്ചുകൂടി ക്രമീകരണങ്ങൾ വരുത്തണമെങ്കിൽ ആ ക്രമീകരണങ്ങൾ കൂടി വരുത്തണം. മാധ്യമ പ്രവർത്തകർ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇന്ന് റിപ്പോർട്ടർ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ മറ്റൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തതായി ഞാൻ ശ്രദ്ധിച്ചു. അവിടെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ബ്രെഡുകൾ ഉൾപ്പെടെ സർക്കാർ വിതരണം ചെയ്യുന്നു. സർക്കാർ ഇന്ന് ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല. ഇന്ന് ഉപ്പുമാവ് മാത്രമാണ് നമ്മൾ രാവിലെ കൊടുത്ത മെനു. ഉപ്പുമാവല്ലാത്ത ഒന്നും സർക്കാർ സംവിധാനങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ തെറ്റായി ധരിക്കുക, അങ്ങനെ ആരെങ്കിലും കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളൊരു മനസ്സായി നിൽക്കുകയാണ്. നമ്മുടെ വീട്ടിലുണ്ടായ ദുരന്തമാണ്, എവിടെയെങ്കിലും വന്ന ദുരന്തമല്ല. നമ്മൾ കാഴ്ചക്കാരല്ല. ആളുകളകത്ത് വല്ലാതെ പോകേണ്ട കാര്യമില്ല. വരേണ്ട ആളുകളെ ഒരു സമയം ക്രമീകരിച്ചുകൊണ്ട് നിയന്ത്രിക്കും. ഇന്നത്തെ പൊതുപ്രവർത്തകർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചുകൊണ്ട് തന്നെ അതിനൊരു പ്രയാസം പരിഹരിക്കും. ഉച്ചയാകുമ്പോഴേക്കും അത് തീരാൻ കരുതിയിട്ടുണ്ട്. ഒരു ഫിക്സഡ് നമ്പർ, അത് എത്ര ആയിരമാണെങ്കിലും നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷെ പല വഴികളിൽ നിന്ന് ആളുകളോട് പറയാനുള്ളത്, ഒന്ന് ഗവൺമെന്റിന്റെ ഈ ഏജൻസികളുമായി ബന്ധപ്പെട്ട് വരാൻ നിൽക്കണം. ഇന്നലെ സൂചിപ്പാറയിൽ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തപ്പോൾ കണ്ടല്ലോ, നമ്മള് സൂചിപ്പാറയിൽ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ അവസാനം നമുക്ക് ഹെലി ലിഫ്റ്റിംഗ് തന്നെ, എയർ ലിഫ്റ്റിംഗ് തന്നെ വേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടായി. അപ്പൊ കൗണ്ടബിളായ ഭക്ഷണം എല്ലാം കൊടുക്കാൻ ഒരു പ്രയാസമില്ല. ഇനി എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. പരമാവധി ആ കാര്യത്തിൽ നമ്മളോട് സഹകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ജോലിയില്ലാതെ അതിനകത്തിരിക്കുന്ന, അതായത് മറ്റു പ്രത്യേകമായി ചുമതലകൾ വഹിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ബെയിലി ബ്രിഡ്ജിന്റെ പുറത്തേക്ക് വരിക. പുറത്ത് സംവിധാനങ്ങളെല്ലാം റെഡി ആവുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും താങ്കൾ അതിൽ ഇടപെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ വിഷയം എന്ന് മാത്രം. താങ്കൾ പറഞ്ഞത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അനിയന്ത്രിതമായ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരേണ്ട കാര്യമില്ല. സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. കാരണം അവർ ദുരന്തമുഖത്ത് ഇപ്പോൾ ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ മറികടന്നുകൊണ്ടുള്ള